ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും നക്ഷത്ര ഹോമിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയ ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നമ്പർ വീലായിട്ടാണ്. എന്താണ് നമ്പർ വീൽ എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാണ് നമ്പർ വീൽ. ഓക്കെ, ഇതാണ് നമ്പർ വീൽ. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടോ, വീല് പോലെയാണ്, കണ്ടില്ലേ? നമുക്ക് കറക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ നമ്പർ വീൽ ഇതാണെന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ കുട്ടികൾക്ക് പറയാം, ഇത് മാച്ച് അല്ലാത്ത രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം പറയാം, ഇതൊന്ന് മാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറയാം കുട്ടികളോട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കറക്റ്റ് ഈ ഒന്ന് എവിടെയാണോ അതിൻ്റെ മാച്ചായിട്ട് അതിൻ്റെ അതേ ഇതിൽ തന്നെ ആ ഡോട്ടുള്ള ഭാഗത്ത് അവർക്ക് മാച്ച് ചെയ്ത് വെക്കാൻ പറയാം. അപ്പോൾ അവർ കറക്റ്റ് അതിൽ തന്നെ വെക്കും. കണ്ടോ? കറക്റ്റായിട്ട് ഒന്ന് എവിടെയാണോ അവിടെ തന്നെ അവർ വെക്കും. അപ്പോൾ എന്തായി 2 അങ്ങനെ 3 4 അങ്ങനെ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇനിയൊന്ന് 6 വെക്കാൻ പറയാം. അപ്പോൾ അവർ നേരെ 6 എവിടെയാണോ അങ്ങനെ അവർക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ കുട്ടികൾക്ക് നമ്പർ മനസ്സിലാക്കാനും ആ നമ്പറിലുള്ള കൗണ്ട് ചെയ്യണ വസ്തു അത് എത്ര എണ്ണം വരും അത് മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിക്കും. ഇത് അക്കം മനസ്സിലാക്കുക, നമ്പർ ഏതാണോ അത് മനസ്സിലാക്കുകയും ചെയ്യാം. ആ നമ്പറിന് മാച്ചായിട്ട് എത്ര എണ്ണമാണോ കൗണ്ട് ചെയ്യുക എന്നുള്ളത് അതും അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അവർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആ സംഖ്യയുടെ ആ ഇത് എത്രയാണോ കറക്റ്റായിട്ട് അവർ മാച്ച് ചെയ്ത് വെക്കാനൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പിന്നെന്താണ്, നമ്മളെപ്പോഴും കുട്ടികൾക്ക് അവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മളെപ്പോഴും കൊണ്ടുവരാൻ, സ്കൂൾ ടീച്ചേഴ്സ്. അപ്പോൾ നമ്മളെന്താണ് എപ്പോഴും ഈ ബോർഡിൽ എഴുതിയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഓരോ പഠന വസ്തുക്കളുണ്ടെങ്കിൽ അവർക്കത് കാണിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റിങ്ങും കൂടി ആയിരിക്കും ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ. കാരണം ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ബോറടിക്കാനും ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ ഉറക്കം വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. എനിക്ക് ട്രെയിനിങ് ഉണ്ടായത് ഞാൻ 2 മക്കളും പഠിക്കുന്ന സ്കൂളിലായിരുന്നു. ഞാൻ ട്രെയിനിങ്ങിന് പോയത് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു. എനിക്ക് A to E വരെയുള്ള ക്ലാസ്സുകൾ ഡിവിഷനുകളിലായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്ന ക്ലാസ്സിൽ എനിക്കുണ്ടായിരുന്നു ട്രെയിനിങ്. അപ്പോൾ തന്നെ എനിക്കറിയാം കുട്ടികൾ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് ഉറക്കം വന്ന് ആകെ ഭയങ്കര ഇതാണ്. അപ്പോൾ പക്ഷെ സമയം പോകണത് അറിയില്ല കേട്ടോ. നമുക്ക് സമയം പോകണത് ഒട്ടറിയില്ല. കുട്ടികൾക്ക് പറഞ്ഞാൽ എല്ലാം സന്തോഷമാണ്, എന്ത് കണ്ടാലും അവർക്ക് ഹാപ്പിയാണ്. ഇപ്പോൾ അവർ എന്താ പറയുക, ഇതുപോലെ ഓരോന്ന് അവരെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവരത് കളിക്കാനും അവർക്കത് പഠിക്കാനും കളിയിലൂടെയാണ് അവർക്ക് പഠനം നടക്കുള്ളൂ. എല്ലാം നമ്മൾ സ്ട്രിക്റ്റായിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കുട്ടികൾക്ക് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും അവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവരും പഠിക്കും, നമുക്കും അതൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്